നാട്ടുവിഷന്റെ ന്യൂസ് എക്സാൻ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മനസ്സിൽ നിറയെ കണിക്കൊന്നകൾ വിരിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷുവരവായി. വിഷുക്കാലം വന്നെത്തുമ്പോൾ പഴയകാല വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അയ്യപ്പനെ നമുക്ക് പരിചയപ്പെടാം. മേടപ്പുലരിയിൽ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കണിക്കൊന്നകൾ. ജില്ലയുടെ വിവിധ ഗ്രാമീണ മേഖലകളിൽ മഞ്ഞലയിൽ കുളിച്ച് കണിക്കൊന്നകൾ പൂവിട്ട് നിൽക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും സ്വർണ്ണ നിറം പൂകി നിൽക്കുന്ന കൊന്നകൾ കണ്ണിന് തന്നെ കുളിർമ നൽകുന്ന കാഴ്ചയാണ്. ചൂട് ഇത്തവണ കൂടിയതോടെ നേരത്തെ തന്നെ മിക്ക കൊന്നകളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൊന്നപ്പൂ പറിക്കാനായി ശനിയാഴ്ച തന്നെ കുട്ടികളും എത്തി തുടങ്ങി. കൊന്നപ്പൂ വിഷുവിന് അഭിവാജ്യ ഘടകം ആയതിനാൽ കൊന്നപ്പൂ കിട്ടാത്തവർക്ക് മാർക്കറ്റുകളിൽ ഇവ ശനിയാഴ്ച മുതൽ ലഭ്യമായി തുടങ്ങി. നല്ല വില കൊടുത്താണ് ആളുകൾ കൊന്നപ്പൂവ് കൊണ്ടുപോകുന്നത്. കാലങ്ങളായി കൊന്നപ്പൂക്കൾ മലയാളികളുടെ മനസ്സിലും വിശ്വാസത്തിലും കടന്നു കയറിയിട്ടുണ്ടെങ്കിലും പുതിയൊരു കൊന്നപ്പൂ ചെടി വെച്ച് പിടിപ്പിക്കാൻ യുവാക്കൾ ഇന്ന് തയ്യാറാകുന്നില്ലെന്നതാണ് മുതിർന്ന ആളുകൾ പറയുന്നത്. പാതയോരങ്ങളിലെ കണിക്കൊന്നകൾ പൂവിട്ട് നിൽക്കുന്ന കാഴ്ചകൾ എന്നും വ്യത്യസ്തതകൾ സമ്മാനിക്കുന്നു. അതേസമയം കണിയൊരുക്കുവാൻ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കളും വിപണിയിൽ ലഭ്യവുമാണ്. മനസ്സിൽ നിറയെ കണിക്കൊന്നകൾ വിരിയിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷുവരവായപ്പോൾ കൈനീട്ടത്തിൻ്റെ ഐശ്വര്യവും മനം നിറയെ മധുരസ്മൃതികളും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം വന്നെത്തുമ്പോഴും പഴയകാല വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരാളുണ്ട് ചെത്തലൂർ തെക്കുമുറി പെരുമ്പാലപ്പാറയിൽ. 77-ാം വയസ്സിൽ തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പെരുമ്പാലപ്പാറയ്ക്ക് സമയമുള്ള പിലാക്കിൽ അയ്യപ്പൻ. ആദ്യകാലങ്ങളിൽ വിഷുക്കാലമായാൽ ദേശത്തെ പണിക്കർ ഓലയുമായി വീടുകളിൽ തോറും വിഷു പറയാൻ വേണ്ടി വരുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് പഴഞ്ചനായി മാറി. പുലർച്ചെ വിഷുക്കഞ്ഞിയാണ് പ്രാധാന്യം. ചക്ക കൊണ്ടുള്ള കറിയും കഞ്ഞിയും വയറു നിറച്ച് കുടിച്ചാണ് വിഷുവിനെ തുടക്കമാകുന്നത്. പണിക്കർ വിഷു പറയാം, ഒരു ഓല കൊണ്ടുവരും. അയാൾ എല്ലാ വീട്ടിലും വരും. അവർക്ക് അവകാശം കൊടുത്ത് അതിലുണ്ടാവും വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ കൃഷിപ്പണി പിന്നെ വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തൽ. വിഷു കഞ്ഞി വയ്ക്കും, അടയുണ്ടാക്കും. രാവിലെ കഞ്ഞി തടയൊക്കെ കെട്ടിയിട്ട് അതിൽ ഇല വെച്ചിട്ടാണ് വിളമ്പ് ചക്കക്കൂട്ടാനും കഞ്ഞി. അത് കുടിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറും എല്ലാ വട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ. വാഴയുടെ പോള കൊണ്ടുവന്ന് വൃത്തിയാക്കി തളം കെട്ടിയതിൽ ഇല വെച്ചാണ് കഞ്ഞി വിളമ്പുന്നതെന്നും അയ്യപ്പൻ പറയുന്നു. രാവിലെ വലിയ വീടുകളിൽ മാത്രമാണ് കണി വെച്ചിരുന്നത്. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർ ഉയർന്ന വീടുകളിലേക്കാണ് കണി കാണാൻ വേണ്ടി പോയിരുന്നത്. അവിടെ നിന്നും 25 പൈസയാണ് കൈനീട്ടമായി അവിടുത്തെ മുതിർന്ന ആളുകൾ നൽകിയിരുന്നെന്നും വയറ് നിറച്ച് കഞ്ഞി ലഭിച്ചതായും അയ്യപ്പൻ പറഞ്ഞു. വാഴമ്പോള പൊളിച്ച് കൊടുത്തിട്ട് നല്ല വൃത്തിയുള്ള പോളയാക്കിയിട്ട് അതൊരു തട കെട്ടും ചതുരത്തിൽ. അത് കെട്ടിയിട്ട് അത് കുറച്ച് കെട്ടി വെച്ച് നമ്മൾ ആൾക്ക് അനുസരിച്ച് ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് അതിൽ ആ തടയുടെ മുകളിൽ ഇല വെച്ചിട്ട് അതിലെ കഞ്ഞി വിളമ്പും. തേങ്ങയൊക്കെ ചിരയിട്ട് കഞ്ഞിയിൽ നല്ലോണം. അതാണ് വിഷുക്കഞ്ഞി. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ കൈക്കോട്ടുചാൽ എന്നുള്ള ചടങ്ങ് നടത്തിയിരുന്നു. കൃഷിയും അനുബന്ധ പ്രവർത്തികളും ഇല്ലാതായതോടെ കൈക്കോട്ടുചാൽ എന്നുള്ള ചടങ്ങും ഇന്ന് അന്യമായിരിക്കുന്നു. പണ്ട് കാലത്ത് അങ്ങനെയാണ്. പിന്നെ അടയുണ്ടാവും. അതും അതിൻ്റെ കൂടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ അടയൊക്കെ കഴിച്ച് അങ്ങനെ പോവും. കണി വെക്കും. അത് രാവിലെ നേരത്തെ കഴിക്കും. കണിക്ക് നമ്മളൊക്കെ വലിയ വീട്ടിലാണ് പോകല്. അവർ വിളിക്കും. അവിടെ ചെന്ന് കൈനട്ടം തരും, കണി കൊണ്ട് പോരും. അങ്ങനെ അവരും കഞ്ഞിക്കൊക്കെ വിളിക്കും. അപ്പോൾ അവരുടെ വീട്ടിലും പോയിട്ട് കഞ്ഞി കുടിക്കും. ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുടിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറിനൊന്നും അങ്ങോട്ടും പോകലില്ല. പിന്നെ ചാല് അന്ന് കൈക്കോട്ട് ചാല് അവരെ മുറ്റത്തിടും. കൈക്കോട്ടൊക്കെ വെച്ച് ഒരു കളമൊക്കെ വരച്ച് അതിൽ വിത്തിട്ടിട്ട് ഏകദേശം വെള്ളമൊക്കെ തളിച്ച് അത് കഴിഞ്ഞിട്ട് ഇനി ചാല് പണിക്കർ എഴുതിയിട്ടുണ്ടാവും. ഇന്ന ദിവസം ചാല് ഇത്ര, ചിലപ്പോൾ 3-ാം ദിവസമാവും, ചിലപ്പോൾ 4-ാം ദിവസമാവും, ചിലപ്പോൾ പിറ്റേ ദിവസമാവും. അല്ല അങ്ങനെ 1-ാം തീയതി. എന്നിട്ട് കന്നിനെ കൊണ്ടുപോയിട്ട് പാടത്ത് കിഴക്ക് പടിഞ്ഞാറ് ചാല് 2 തുടുപ്പ് പൂട്ടും. എന്നിട്ട് അതിൽ കൈതത്തല, ഒരു കൊട്ട വളം,
ചക്ക മുറിച്ചിട്ട് അതിൻ്റെ ഒരു കട്ടയിൽ വെക്കും. പിന്നെ തേങ്ങ കുറച്ചിട്ട് അതൊരു മുറിയോടെ ഇടും. അങ്ങനെ അതൊക്കെ പാടെ വെച്ചിട്ട് ഈ വളം കൊട്ടിയിട്ട് കന്നിന് കുറിയൊക്കെ ഇടിക്കും. അരിമാവ് കൊണ്ടൊക്കെ കൊമ്പിൽ തലയിലൊക്കെ കന്നിനെ കഴുകിക്കൊണ്ടു നിന്നിട്ടാണ് ചാലിടും. അങ്ങനെ ചാല് കൃഷി ഇറക്കൽ അങ്ങനെ. പഴയകാലത്തെ വിഷു ആചാരങ്ങളും വിഷു ചടങ്ങുകളും ഇന്ന് പുതിയ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളുടെയും ടെലിവിഷൻ്റെയും അതിപ്രസരണമാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പഴയകാല ഓർമ്മകൾ ഇല്ലാതാകുന്നത്. പിന്നെ വീട്ടിലുണ്ടാക്കിയ ചക്കക്കൂട്ടാനും കഞ്ഞിയാക്കി തട വെച്ച് ഇലയിൽ വിളമ്പി കുടിക്കുക. ഇപ്പോൾ ആ കാലങ്ങളൊക്കെ മാറി. ഇപ്പോൾ അതൊന്നും ഓർമ്മയുണ്ടാവില്ല ആർക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഞ്ഞിയും വെച്ചില്ല. ഇപ്പോൾ സദ്യ വട്ടമൊക്കെ ഉണ്ടാക്കി അടപ്പളം ഉണ്ടാക്കുക. അതെന്നുള്ള ഒരു പിന്നെ പഴയ ഇതായിട്ട് ഇപ്പോൾ ഈ അടയിനേ ഉള്ളൂ. പിന്നെ കനി വയ്ക്കുക, എല്ലാ വീട്ടിലും വയ്ക്കും. ഇപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല കാണാൻ. ഒക്കെ അവരാരും വീട്ടിലുണ്ടാക്കി കണി വയ്ക്കുക, കാണുക. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കുക. വലിയൊരു 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഴയ ചിട്ടകളൊക്കെ കഴിഞ്ഞ് മാറിയില്ലേ കാര്യങ്ങളൊക്കെ. കുറ്റാനിശ്ശേരി AUP സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല. വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം കുറ്റാനിശ്ശേരി AUP സ്കൂൾ. മികച്ച നിലവാരമുള്ള ലബോറട്ടറി, ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ്, കായിക മികവിനുള്ള പരിശീലനം, സാങ്കേതികമായി ഉന്നത നിലവാരം. ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ. ക്ലാസ് മുറികളിലെല്ലാം AC സൗകര്യം. ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം. വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി, അക്ഷയഖനി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏവർക്കും നാട്ടുകൾ വിഷന്റെ വിശ്വാസംസകൾ.